5ഓളം ദിവസമായി എലിസബത്ത് ഉദയൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ താൻ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എലിസബത്ത്. വീഡിയോ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല താനെന്ന് എലിസബത്ത് പറയുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള വിഷമവും പേടിയാണ്. പലതരത്തിലുള്ള ഭീഷണികളൊക്കെ വരുന്നുണ്ട്. ഞാൻ കാരണം മറ്റു ചിലരുടെ ജീവന് വരെ ഭീഷണി ഉയർന്ന സാഹചര്യം കണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇവിടെ ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല. ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കുന്നില്ല എന്നാണ്. കേസ് കൊടുത്ത കുറച്ച് ആളുകളുണ്ടല്ലോ, തോക്കുമായി ഭീഷണിപ്പെടുത്തിയ കേസൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മോശമായ റെസ്പോൺസാണ് കിട്ടുന്നത്. അതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും എലിസബത്ത് വ്യക്തമാക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് ഈ വിഷയവുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു വാഹനം ഞങ്ങളുടെ കാറിൽ വന്ന് ഇടിച്ചു. ഒരു തവണയാണ് ഇടിക്കുന്നതെങ്കിൽ അറിയാതെ ഇടിച്ചെന്ന് പറയാം. എന്നാൽ വീണ്ടും വീണ്ടും ഇടിച്ചു. ആകെ 3 തവണയാണ് ഇടിച്ചത് വളരെ അടുത്തു നിന്ന് ആയതിനാലും ആ വണ്ടിയുടെ ബമ്പർ ടയറിന് മുകളിലാണ് ഇടിച്ചത് എന്നുകൊണ്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒന്നുകിൽ അയാൾ തീരെ ബോധം ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആദ്യത്തെ തവണയാണ് ഇടിക്കുന്നതെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതാണെന്ന് കരുതാം. എന്നാൽ 3 തവണയാണ് ഇടിച്ചതെന്നും എന്താണ് അതെന്നുള്ളത് വ്യക്തമല്ല. ഇതിനിടയിൽ നടന്ന കാര്യം കൂടെ പറഞ്ഞു എന്നേയുള്ളൂ എന്നാണ് എലിസബത്ത് കൂട്ടിച്ചേർത്തത്. എനിക്ക് നീതി കിട്ടുമെന്ന ഉറപ്പിൽ ഇടുന്ന വീഡിയോ ഒന്നുമല്ല ഇത്. ഞാൻ ചത്താലും എനിക്ക് നേടേണ്ടി വന്ന കാര്യങ്ങൾ, ചെയ്തതും ചെയ്യാൻ പദ്ധതിയിട്ടതുമായുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് നീതി കിട്ടിയില്ലെങ്കിലും ഇനിയും ആളുകൾ, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായും ഉണ്ടാകരുത്.